Royal Bazaar, one destination for every home need. 100% quality groceries, fruits, stationery items എല്ലാം ഓഫറുകളോടെ തന്നെ ഇവിടെ ലഭ്യമാണ്. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ മൾട്ടി ബ്രാൻഡഡ് ഹോം അപ്ലയൻസസും ഇവിടെ ലഭ്യമാണ്. അതും EMI ഓപ്ഷൻസിലൂടെ. ഷോപ്പിംഗ് ഇനി റോയൽ ആക്കാം. റോയൽ ബസാർ, മെയിൻ റോഡ്, ചേലക്കര. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സായാഹ്ന പ്രഭാഷണം സംഘടിപ്പിച്ചു. കാലിക്കറ്റ് സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ കെ പ്രദീപ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു പ്രഭാഷണം എന്ന രീതിയിലുണ്ടായിരുന്നു. ഇതുപോലൊരു വൈകുന്നേരം പ്രൊഫസർ KR ജനാർദ്ദനൻ നമ്മുടെ അമ്പലത്തിന് മുൻപിൽ വെച്ചൊരു പ്രഭാഷണം നടത്തിയതാണ് ഓർമ്മ വരുന്നത്. ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ 100 പഞ്ചായത്തുകളിൽ ഒരേ സമയം തന്നെ അത്തരത്തിലൊരു പ്രഭാഷണം നടത്തിയിരുന്നു. അതിനുശേഷം ചേലക്കരയിൽ നിരവധിയായ ശാസ്ത്രസാഹിത്യ പരിഷത്ത് പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഒരു ശാസ്ത്ര പ്രഭാഷണ പരമ്പര അല്ലെങ്കിൽ 7 ദിവസം 6 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. ഏതായാലും തൃശ്ശൂർ ജില്ലാ സമ്മേളനം നമ്മുടെ ചേലക്കര ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കാവുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനങ്ങളാണ് സ്വാഗത സംഘത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. ഇന്നൊരു ഞായറാഴ്ചയായിട്ട് പോലും അത്യാവശ്യം നല്ല ഒരു സദസ്സ് ഇവിടെ ഉണ്ടായത് അതിൻ്റെ തെളിവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശാസ്ത്രവും മാനവികതയും എന്ന വിഷയത്തിൽ സംസാരിക്കണമെന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത്. സത്യത്തിൽ ശാസ്ത്രം എന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒന്നല്ല മാനവികത. ശാസ്ത്രത്തിൽ തന്നെ ഉള്ള ഒരു സംവർഗം എന്നോ അല്ലെങ്കിൽ പേര് എന്നൊക്കെ പറയാവുന്ന ഒന്നാണ് മാനവികത. കാരണം ശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ ശാസ്ത്രമാകുന്നത് മനുഷ്യന് വേണ്ടി അത് പ്രവർത്തിക്കുമ്പോഴാണ്. ശാസ്ത്രം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ നിരവധിയായ ചോദ്യങ്ങൾ ഉയർന്നു വരും. എന്താണ് ശാസ്ത്രം? പ്രത്യേകിച്ചും കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം ശാസ്ത്രം എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, അല്ലെങ്കിൽ ബോട്ടണി, സുവോളജി, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ വിവിധ വിഷയങ്ങളാണ്. ഇപ്പോൾ 20-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 21-ാം നൂറ്റാണ്ടിലേക്ക് എത്തിയപ്പോഴത്തേക്ക് അത് വിവിധ തരത്തിലുള്ള ശാസ്ത്രോപശാഖകളായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. നിരവധി ശാസ്ത്രോപശാഖകളായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. കെമിസ്ട്രിയിൽ നിന്നും അതുപോലെ തന്നെ ബോട്ടണിയിൽ നിന്നും സുവോളജിയിൽ നിന്നും ഒക്കെ കുറച്ച് അംശങ്ങൾ വീതമെടുത്ത് വീണ്ടും അത് പല ശാഖകളായിട്ട് നമ്മൾ തിരിയുന്നത് കാണാം. ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്ന ബയോളജിയും സ്റ്റാറ്റിസ്റ്റിക്സും ചേർന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ബയോടെക്നോളജി എന്ന് പറയുന്ന ബയോളജിയും കെമിസ്ട്രിയും ടെക്നോളജിയും ചേർന്നത്, ഇങ്ങനെയുള്ള നിരവധി രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്ര മേഖലയെയാണ് നമ്മൾ ശാസ്ത്രം എന്നതുകൊണ്ട്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സായാഹ്ന പ്രഭാഷണ പരമ്പരയുടെ 2ാം ദിന പരിപാടി കാലിക്കറ്റ് സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ കെ പ്രദീപ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ശാസ്ത്രവും മാനവികതയും എന്ന വിഷയത്തിൽ അദ്ദേഹം പ്രഭാഷണം നടത്തി. പരിഷത്ത് ചേലക്കര മേഖലാ പ്രസിഡന്റ് കെ സ്ഥാണുനാഥൻ അധ്യക്ഷത വഹിച്ചു. കെ സുരേന്ദ്രൻ സ്വാഗതവും സുരേഷ് കാളിയത്ത് നന്ദിയും അർപ്പിച്ചു. ന്യൂസ് ഡെസ്ക് CCV.